ഏസന്മാർ വീഡിയോ പോലെ ഒന്നും കഴിക്കുന്നല്ലേ നമ്മള്. നീ ഇപ്പം കഴിക്കുന്ന കൊള്ളാം. കുഴപ്പമില്ല, ഞാൻ കൊള്ളാം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. നമുക്കിങ്ങനെ വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കാം. നമുക്കിനി കുറച്ച് തേങ്ങ തിരുമ്മിയെടുക്കാം. പുട്ടിന് വേണ്ടേ, അപ്പം നമുക്ക് കുറച്ച് തേങ്ങ തിരുമ്മിയെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ പുട്ടുണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു. നമുക്ക് പുട്ടുപൊടി താണ്ടോടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ എടുത്തു. നമുക്ക് പുട്ടും പിന്നെ അമ്മ നേരത്തെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ഇട്ടിരുന്നതാണ്. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടെ കറിയൊക്കെ വെച്ച് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം. കാരണം ഞാനിപ്പോൾ ഉറങ്ങുവാനാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പം എനിക്ക് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങുവാന്നുള്ള രീതിയിൽ ആക്ട് ചെയ്തു. പക്ഷെ നമ്മൾ അവരെ ഞെട്ടിക്കാൻ പോവാണ്. അതായത് ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു ASMR പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ആക്ച്വലി. കാരണം ആരില്ലാതെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ശാന്തമായ അന്തരീക്ഷമായിരിക്കുമല്ലോ. അപ്പം നല്ലൊരു ASMR വീഡിയോ എടുക്കാൻ പറ്റിയ ടൈമെന്ന് എനിക്ക് തന്നെ തോന്നി. പെട്ടെന്ന് ചെയ്യണം, കാരണം സമയമില്ല നമ്മുടെ കയ്യിൽ. അവരിപ്പം എത്തും, കാരണം അമ്പലത്തിൽ പോയിട്ട് വരാൻ അധികം സമയം എടുക്കത്തില്ലല്ലോ. പക്ഷെ അത് കുറച്ച് ദൂരം അമ്പലത്തിലാണ് പോയത്. അപ്പോൾ ഞാൻ തന്നെ പച്ചമുളക് ഒരു 5-6 എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. താണ്ട് ഇനി വിസിൽ വരട്ടെ. ബേസിക്കായിട്ട് ക്ലീനിങ് ചെയ്യാം. കാരണം ഇവിടെ മൊത്തം ഞാൻ അലമ്പാക്കിയിട്ടേക്കാണ്. ഗൈസ്, നമുക്ക് ഈ പുട്ട് കുഴച്ചെടുക്കാം. അടച്ചു വെച്ചിരിക്കുന്നു. ഇനി നോക്കാം. വിസിൽ വടിക്കുന്നുണ്ട്. അപ്പം അതേ നമ്മൾ തേങ്ങ തിരുമ്മി സെറ്റാക്കി. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ നടക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ദാണ്ട് ഇവിടെ കടല വെന്തിട്ടുണ്ട്. ഇനി കടലക്കറി വെക്കാനായിട്ടുള്ള പരിപാടികളിലാണ്. നല്ല നോയ്സ് ഉണ്ടല്ലേ. നമ്മളിവിടെ മയിലുണ്ട് കേട്ടോ. നമ്മൾ കൃത്യം വീഡിയോ എടുക്കുമ്പോൾ തന്നെ മയിലൊക്കെ വന്ന് ഇവിടെ കിടന്ന് എന്നാ ഒരിതാ. പിന്നെ രാവിലെ അല്ലേ, അവരൊരു ടൈമല്ലേ ഇത്. അപ്പം അവർ എൻജോയ് ചെയ്ത് സൗണ്ടൊക്കെ ഉണ്ടാക്കി നിൽക്കുമ്പം നമ്മളവരെ എന്തെങ്കിലും ശല്യപ്പെടുത്തുന്നത്. അവരൊക്കെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത്. നല്ല കിളികളുടെയൊക്കെ അടിപൊളി സൗണ്ട് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ കുറച്ച് കിളികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാണിക്കാം. വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കൃത്യം അതെല്ലാം പോയി കേട്ടോ. പാന് ചൂടായി, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുകിട്ട് കൊടുക്കാം. പൊട്ടും സൂക്ഷിച്ചോളൂ. ഇത്രയും സാധനങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. കടുകിട്ടു, വറ്റൽമുളകിട്ടു, പിന്നെ ഉള്ളി, സവാളയാണ് ഇത്. സവാള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. കടല വെന്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചൊക്കെ എടുക്കണം. ഒറ്റയ്ക്കുള്ള വീഡിയോ എടുപ്പായതുകൊണ്ട് നമുക്ക് പകുതി എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ കടല ദാണ്ട് കുറച്ച് അരച്ചെടുത്തു. നമ്മൾ കടലക്കറിയിൽ കുറച്ച് അരച്ച് ചേർക്കത്തില്ലേ, അപ്പം അതെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് മസാലയൊക്കെ ഇടാം. ഞാനെല്ലാം ചടപടയും ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. മസാലാസൊക്കെ ഇതാവുന്ന മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കൊരു കുറ്റിയിൽ തന്നെ പുട്ട് വെക്കാം. നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒരു ഭംഗിയല്ലേ, നമുക്കൊരു കുറ്റി തന്നെ ഉണ്ടാക്കിയെടുക്കാം. പൊടി നമ്മൾ നനച്ചത് ഇവിടെ ദാണ്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്.
നമുക്ക് പുട്ടുവെച്ചിലോട്ട് ആക്കി നോക്കാം. ഏറെക്കുറെ ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, കാരണം ഇതിപ്പോൾ പൊടി പണ്ടത്തെ പൊടി പോലെ അല്ല. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇട്ട് കൊടുക്കരുത്, ചെയ്താൽ പുട്ടുപൊടി ശരിയാവില്ല. നടുക്കിച്ചിരി തേങ്ങ വെക്കാൻ മറന്നു. നമുക്ക് നടുക്കിച്ചിരി തേങ്ങ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, സെറ്റ്. ലാസ്റ്റും കൂടെ കുറച്ച് തേങ്ങയിട്ട് നമുക്ക് നമ്മുടെ പുട്ട് കുറ്റി അടയ്ക്കാം ഗൈസ്. ഇപ്പം നമ്മുടെ കുറ്റി ഇതേ നമുക്ക് നേരെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. തീ കത്തിച്ചില്ല ഗൈസ്. ഓക്കെ, സെറ്റ്. തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. കടലക്കറി ദാണ്ട ഗൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അവർ വരുമ്പോഴത്തേക്കും ഈ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടേക്കാം. കാരണം അലമ്പാക്കിയിട്ട് നമ്മൾ വൃത്തിയാക്കി ഇടണമല്ലോ. ഇത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ തോന്നുമല്ലേ. അയ്യോ, നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. സൂര്യൻ വന്ന് ഇച്ചിരി സൺ കിസ്ഡ് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. സൂര്യനില്ല ഗൈസ്, പക്ഷെ നല്ലൊരു കാലാവസ്ഥ. ആകാശമൊക്കെ ഒരു മഴക്കോളുണ്ട്, എന്തോ ഒരു പ്രത്യേക ഭംഗി പോലെ എനിക്ക് തോന്നുന്നു. ഇതുകൊണ്ട് നമ്മുടെ ചക്ക ഗൈസ്, ഇതുകൊണ്ട് അമൃത വന്ന് ഗേറ്റ് തുറക്കുന്നു ഗൈസ്. ഇവിടെ എന്താ വരാത്തേ? വാ ദൈവമേ, ഞാൻ രാവിലെ കണ്ടില്ല ഇവിടെ ഒരുങ്ങി പോന്നെ എങ്ങനെയാന്ന്. അയ്യോ, നല്ല രസമുണ്ട്. എല്ലാരും എങ്ങനെ ഒരുങ്ങിപ്പോ. എന്റെ ഉടുപ്പ് നമ്മൾ ഒന്ന് ഇച്ചിരി നേരം ഉറങ്ങിക്കഴിഞ്ഞ ഇവിടെ എന്തും നടക്കും. എന്റെ കമ്മല് ഈ പാന്റിന്റെ കൂടെ ചേരുമല്ലേ? ഇത് 50 രൂപയും എടുത്ത് എന്റെ പേസ് എന്റെ ചെരുപ്പോ എന്താടാ ഇത്? രാവിലെ ഇടയ്ക്ക് ഞാൻ ഉറങ്ങിക്കണം. അച്ഛൻ എന്റെ ഡ്രസ് വല്ലാന്ന് അച്ഛൻ അടുത്തേ അല്ല. പോട്ടെ, അച്ഛനല്ല. ഞാൻ വിചാരിച്ചു ഞാൻ ഉറങ്ങുവാന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുമ്പോ ഞാൻ വന്ന് ഞെട്ടിച്ച് കുക്ക് ചെയ്യാന്ന്. എന്റെ പ്ലാൻ ചെറുതായിട്ട് ഫ്ലോപ്പായി. അമ്മ വന്നതും അമ്മ അങ്ങ് ഏറ്റെടുത്തു. പിന്നെ എല്ലാം റെഡി ആയിരുന്നു ഗൈസ്. എന്റെ പുട്ട് ഞാൻ ഒരു കുറ്റി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറയുന്നത് പുട്ട് കുഴച്ചിട്ട് വെള്ളം കൂടിപ്പോയെന്ന്. എനിക്ക് അന്നേരം തോന്നിയായിരുന്നത് ഇച്ചിരി കൂടിപ്പോയി. പിന്നെ കണ്ട അച്ഛൻ കഴിക്കാൻ എന്താ റെഡി ആയിട്ട് വരികയാണ്. അപ്പൊ നമുക്ക് അച്ഛന് കൊടുക്കാം. നമ്മുടെ പുട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്, അച്ഛന് കൊടുക്കാം. അച്ഛൻ എങ്ങനെയുണ്ട്? ഇതാ എന്നാടാ. അയ്യോ, കടലക്കറി ഒഴിച്ചില്ല. എങ്ങനെയുണ്ട്? സൂപ്പറാ, അടിപൊളി. സീരിയസ് ആയിട്ട് വരമ്മേ? സൂപ്പർ പുട്ടും സൂപ്പർ കടലക്കറി. ഇച്ചിരി വെള്ളം കൂടി പോയി. വരും. ഓക്കെ, അപ്പൊ ഗൈസ് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് തന്നെ കഴിച്ചു നോക്കാൻ പോവാണ് ഗൈസ്. ഫുഡിന് നല്ല ഉപ്പുണ്ട്. അപ്പം കറിക്കും നല്ല ഉപ്പുണ്ട്. മുന്നിട്ട് നിൽക്കുവാണ്. അതാണ് അതെന്നെ കഴിഞ്ഞു. ആന്ന്, ഞാനത് പഠിച്ചിട്ടില്ല ഇതുവരെ. കൊള്ളാം, കഴിക്കാൻ കുഴപ്പമില്ല. ഇച്ചിരി ഉപ്പ് കൊടുത്തു തന്നെ ഉള്ളൂ. എൻ്റെ അനിയത്തിയുടെ സപ്പോർട്ടുണ്ട്. ഇത്രയും സപ്പോർട്ടുള്ള അനിയത്തി ഉള്ളപ്പം ഇത്രയും സപ്പോർട്ടുള്ള അനിയത്തി ഉള്ളപ്പം നമ്മൾ എന്തിനു പേടിക്കണം?
നിന്റെ അത്രയും വന്നില്ലേ കടലക്കറി? അങ്ങനെ പറഞ്ഞില്ല. അത് ഞാൻ പറയത്തില്ല. പിന്നെ നിന്റെ തല്ലല്ലോ. ഏസന്മാർ വീഡിയോ പോലെ ഒന്നും കഴിക്കുന്നില്ലേ നമ്മള്? നീ ഇപ്പം കഴിക്കുന്ന കൊള്ളാം. കുഴപ്പമില്ല, ഞാൻ കൊള്ളാം. ഈ സൈഡ് വേദനയാണ്. ഇപ്പുറത്ത് വെച്ചിട്ട് വയ്ക്കാം. നമ്മൾ ഒരുപോലെ കറുപ്പും 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 കറുപ്പും. നീ നീലയാ? കറുപ്പാ. ഇവിടെ നീലയാടാ ഉടുപ്പ്. കറുപ്പാ. പോട മണ്ട, ഇത് നീല കളറാ. നീ പൊടപ്പനാണോ? ഇത് നീല ഉടുപ്പല്ലയോ? അമ്മ ഇത് നീലയമ്മ. ആ വെയിലത്തോട്ടിറങ്ങിയത് ദൈവം 2 ബന്ധങ്ങളോടാണ്. ഇതാ കറുപ്പ്. എടാ ഇത് നേവി ബ്ലൂവാ. ആ നീലയാ. ഞാൻ വീഡിയോ ഓഫ് ചെയ്തില്ല.